ആ ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുഖപ്രസവത്തിനും നല്ല ആരോഗ്യത്തിനും കുട്ടി നന്നായി വളരാനും എല്ലാറ്റിനും മതിയായതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി. അത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഖുർആൻ നമുക്ക് എല്ലാറ്റിനും പരിഹാരമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, ആ സ്വഹാബിയോട് ഒരു സുപ്രഭാതത്തിൽ റസൂൽ പെട്ടെന്ന് ചോദിച്ചു, അലാ തതസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അതാണ് കേട്ടപ്പോൾ ആ സ്വഹാബി ഇങ്ങനെ ഒന്ന് വല്ലാതായി പോയി. റസൂലുള്ളാഹി നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളോടൊക്കെ ഇപ്പോൾ വാപ്പ കല്യാണം കഴിക്കണേന്ന് ചോദിച്ചു. ഒരു കുട്ടിനോട് വാപ്പ ചോദിച്ചാൽ എന്നെ കൊണ്ട് കല്യാണം ഉണ്ടാക്കല്ലോ, തിരക്ക് കൂട്ടണ്ട വാപ്പ, ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ പറഞ്ഞു, വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ അത്രയും നമ്മൾ സ്പീഡിൽ അതിന് അങ്ങനെയാണ് നമ്മൾ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുക, അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആ സ്വഹാബി കുറച്ച് നേരം ഒന്നിങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ ആ സ്വഹാബിയുടെ ആ വിഷമം കണ്ടപ്പോൾ റസൂലുള്ളാഹി ഒന്നിങ്ങനെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പാ സ്വഹാബി ഇങ്ങനെ ചിന്തിച്ചു, മുത്തുനബിയാണല്ലോ ചോദിക്കുന്നത്, ഒന്ന് പറയാതിരിക്കാൻ പറ്റൂല. അപ്പാ സ്വഹാബി നബിയെ, ഞാൻ കല്യാണം കഴിക്കേ, എന്നെ കൊണ്ട് ആരാ കല്യാണം കഴിപ്പിച്ചാൽ? ലാ അർളലി വലാ ബൈതലി വലാ മാലലി, എനിക്ക് ഭൂമിയിൽ ഒരു സെന്റ് ഭൂമി എൻ്റെ പേരിലില്ല, ഒരു കുടിലില്ല താമസിക്കാൻ, 5 കാശും എൻ്റെ കയ്യിലില്ല. അങ്ങനത്തെ എന്നെ കൊണ്ട് ആര് കല്യാണം കഴിപ്പിക്കാനാണ് നബിയെ? അതാണ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നിനക്ക് വിസ കിട്ടിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്നല്ല ചോദിച്ചത്, നിനക്ക് കച്ചവടം ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ കൂടെ ആയത്തുൽ കുർസി. അതായത് നമ്മുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസിയുടെ പതിവുകാരാവണം നമ്മൾ. ഏറ്റവും ചുരുങ്ങിയത് 5 നേരത്തെ വാങ്ക് കഴിയുമ്പോൾ ഒരായത്തുൽ കുർസി 5 എണ്ണമായി, 5 നേരത്തെ നിസ്കാരം കഴിയുമ്പോൾ ആയത്തുൽ കുർസി 10 എണ്ണമായി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരായത്തുൽ കുർസി 11ആയി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് വഹുവൽ അലിയുൽ അളീം, അല്ലാഹുവിന്റെ അല്ലാഹ് എന്ന പേരുകൊണ്ട് തുടങ്ങി അലീം എന്ന പേരുകൊണ്ട് അവസാനിക്കുന്നതിനിടക്ക് ലാഹിറും ലമീറുമായി 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് പ്രത്യക്ഷവും പരോക്ഷവും ലാഹിറും ലമീറുമായി 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്താണ് ആയത്തുൽ കുർസി. റഈസു ആയത്തുൽ ഖുർആൻ, ഖുർആൻ ആയത്തുകൾക്കുള്ള നേതാവാണ്. ആ ആയത്തുൽ കുർസി നിന്റെ കയ്യിലില്ലേ എന്നാ റസൂൽ. എങ്കിൽ നീ കല്യാണം കഴിച്ചോ. അതായത് വീടില്ലാത്ത ആൾക്ക് വീടുണ്ടാകാൻ ആയത്തുൽ കുർസി, പറമ്പില്ലാത്ത ആൾക്ക് പറമ്പുണ്ടാകാൻ ആയത്തുൽ കുർസി, പണമില്ലാത്ത ആൾക്ക് പണമുണ്ടാകാൻ. നിനക്കൊരു കല്യാണം കഴിക്കാൻ നീ എന്തിനു ബേജാറാകണം? നീ ആയത്തുൽ കുർസി കയ്യിലില്ലേ? ആയത്തുൽ കുർസിയുടെ പതിവുകാരനായിക്കോ, നിനക്ക് പണം കിട്ടും, നിനക്ക് വീട് കിട്ടും, നിനക്കെല്ലാം കിട്ടും. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖുർആൻ നമുക്ക് എല്ലാറ്റിനും പരിഹാരമല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞു നടക്കും അതില്ല ഇതില്ല, പക്ഷെ അള്ളാഹിനോട് പറയേണ്ട വിധത്തിൽ പറയണ്ടേ? അതിനല്ലേ ഖുർആൻ നമ്മുടെ കയ്യിൽ തന്നത്. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ പതിവുകാരാവണം. ഒരു മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുന്നവർ 2 ആഴ്ചയിൽ 10 ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർആൻ 610ഓളം പേജുകൾ വരും. 10 ദുആഉം ദിക്റും ഒക്കെ അങ്ങനെ പോകും. നിയമമൊക്കെ 600 പേജാണ് ഖുർആൻ. ഒരു ദിവസം 6 പേജെങ്കിലും ഓതിയാൽ 100 ദിവസം കൊണ്ട് ഒരു ഖത്തം തീരും. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ദിവസം ഒരു 6 പേജെങ്കിലും എന്ന് ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഖുർആന്റെ പാരായണക്കാരാവണം നമ്മൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബുനാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും ആയത്തുകളും പഠിപ്പിച്ചിട്ട് ഒരിക്കൽ ഒരു സ്വഹാബി വളരെ വേദനപ്പെട്ട് മുഖം ഇങ്ങനെ വല്ലാതെ ഒരു വിഷമിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കാൻ. റസൂലുള്ളാഹിനോട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിനാണ്. എൻ്റെ മോനെ, എൻ്റെ വീട്ടിൽ എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയാലും സൽക്കാരക്കാർ വന്നിട്ട് ഞാൻ അയിബാകും. 25 ആളെ സൽക്കാരത്തിന് ക്ഷണിച്ചാൽ അതിനുള്ള ബിരിയാണി ഉണ്ടാക്കിയാൽ ഒരു 20 ആൾക്ക് ഭക്ഷണം തികഞ്ഞ്, പിന്നെല്ലാം കൂടി തട്ടി മുട്ടിയിട്ട് ഒരു 3 ആൾക്ക് ഒപ്പിച്ച് കൊടുത്തു നോക്കുമ്പോൾ കുറേ ആൾക്ക് ബിരി കിട്ടി, മറ്റൊരു ആണി കിട്ടി, അങ്ങനെയൊക്കെ പാടെ 3 ആളത് കഴിഞ്ഞു. 2 ആൾക്ക് ഒന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം നമ്മളെ പീടിക കുറയുമ്പോഴൊക്കെ ചർച്ച എന്തേക്കാരും, അല്ലെങ്കിൽ ആർക്കാരെങ്കിൽ കിട്ടിയത്. വളർച്ച കഴിച്ച ആൾക്കാരൊക്കെ എന്ത് പറയും, തീരെ കിട്ടാത്ത ലിസ്റ്റിലാണ് പറയാം. 2 ആൾക്കേ കിട്ടാത്തുള്ളൂ, പക്ഷെ 23 ആൾക്കും കിട്ടും. ഇങ്ങനെ ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ വഷളാകാം, ഒരിക്കലും തികയാതെ എനിക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി,
ആയത്തുൽ കുർസി ഇനി ഓതിയിരുന്നോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ? ഓ ഉമ്മമാരെ, ബാക്കി ഭക്ഷണത്തിന് അരി കഴുകിയിട്ട് ചെമ്പുക്കാനുള്ള സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇറച്ചി കഴുകിയിട്ട് ചെമ്പുക്കാണുമ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ പെൺകുട്ടികളൊക്കെ കൃത്യമായിട്ട് സ്ഥാപനങ്ങളിൽ പഠിക്കട്ടെ, കൃത്യമായിട്ട് സ്ഥാപനങ്ങളിൽ പഠിക്കട്ടെ. പഴയ കാലത്ത് ഉമ്മമാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഉമ്മാമ്മമാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഇന്ന് ആ ഉമ്മാമ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അവൾക്ക് ഹാദിയ കോഴ്സ് പോലത്തത് പഠിക്കലേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുള്ള ചെറുതും വലുതും എല്ലാം ആയ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ആ സ്ഥാപനങ്ങളിൽ 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകി നമ്മുടെ മക്കളെയൊക്കെ ആത്മാവ് നിറയെ ഖുർആൻ, നമ്മുടെ മക്കളൊക്കെ ജീവിതത്തിൽ ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ പഠനം, ഖുർആനിലുള്ള ബഹുമാനം. ഇന്ന് ഖുർആനെ വികലമാക്കുന്നവരും ഖുർആനെ ആക്ഷേപിക്കുന്നവരും ഖുർആനെ കളിയാക്കുന്നവരും ഖുർആൻ പഴഞ്ചനാണെന്ന് പറയുന്നവരും ഒക്കെ നിറഞ്ഞ ഒരു കാലത്ത് ഉള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ നമുക്കും നമ്മളിൽ ജനിച്ചു വളരുന്ന മക്കൾക്കും നമ്മുടെ കാലത്ത് വളരുന്ന മക്കൾക്കും അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നതിന് എല്ലാ ദിവസവും വീട്ടിൽ ഖുർആൻ ഓതണം. നമ്മൾ ഖുർആൻ ഓതുന്ന പതിവുകാരാവണം. ആ ഖുർആനിനെ എത്ര നാം ഓതുന്നുവോ, റഹ്മാനും റഹീമുമായ അല്ലാഹു തആല, കരുണക്കടലായ റബ്ബ് നമ്മുടെ ഗർഭാശയത്തിലും ഭൂമിയിലും ഖബറിലും മഹ്ശറിലും എല്ലാം നമുക്ക് രക്ഷപ്പെടുന്നതിന് നൽകിയിരിക്കുന്ന വിശുദ്ധ ഭരണഘടന ഖുർആൻ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ. നിങ്ങൾ ഖുർആൻ ഓത്തിന്റെ പതിവുകാരായിക്കോ. യാസീൻ പതിവായി ഓതുന്നവർ, ഖുൽ ഹുവല്ലാഹു പതിവായി ഓതുന്നവർ, വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് പതിവായി ഓതുന്നവർ, അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച പൂർത്തിയായിട്ട് ഓതുന്ന ആളുകളുണ്ടല്ലോ, ദജ്ജാൽ വന്നാൽ പോലും അവരെ ഈമാൻ തെറ്റിക്കാൻ സാധ്യമല്ലെന്ന് വഹയിന്റെ നാവുകൊണ്ട് മുഹമ്മദ് മുസ്തഫ. അൽ കഹ്ഫ് സൂറത്തിന്റെ പാരായണം വെള്ളിയാഴ്ച, പഴമക്കാരൊക്കെ 3 അൽ കഹ്ഫ് ഓതും. വെള്ളിയാഴ്ച രാവിന് 1, വെള്ളിയാഴ്ച സുബൈക്ക് 1, വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് 1, അഥവാ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 1. 3 അൽ കഹ്ഫിന്റെ പതിവുകാരാണ് പഴമക്കാരെല്ലാം. ഒന്നെങ്കിലും ഓതണ്ടേ പ്രിയപ്പെട്ടവരെ? അൽ കഹ്ഫ് ഓതുന്നത് ഈമാന്റെ കാവലാണ്. ദജ്ജാൽ തന്നെ ഫിത്നയാക്കിയാലും അൽ കഹ്ഫ് ഓതുന്നവന്റെ ഈമാൻ തെറ്റുകയില്ല. ഞാൻ നിർത്തുന്നു. വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ ജീവിതത്തിലേക്കുമുള്ള വെളിച്ചമാണ്. ആ വെളിച്ചം ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് ഖൽബ് പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആൻ കൊണ്ട് ഞങ്ങളെ വീട് പ്രകാശിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് ഞാനൊക്കെ തഫ്സീർ ജലാലൈൻ, തഫ്സീർ ബൈളാവി എല്ലാം ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് ഓതിയത്. നമ്മുടെ പ്രിയങ്കരനായ എ.കെ, ഞങ്ങളെ എ.കെന്റെ കൂടെയൊക്കെ ശരീക്കായിട്ടുണ്ടായിരുന്നു പി കെ ഹുസൈൻ മുസ്ലിയാർ, മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദർസ് ജീവിതത്തിൽ തന്നെ ഒരുപാട് ആളുകളെ വാർത്തെടുത്ത ആളുകളെ കൂട്ടത്തിൽ ഖതീബുമാരും ഖാദിമാരും മുദർരിസുമാരും ഒക്കെ ആയി സേവനം ചെയ്യുന്നവരുണ്ട്. പഠിച്ച ദീൻ അനുസരിച്ച് നിത്യജീവിതത്തിൽ പകർത്തി സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഗൾഫിലും കച്ചവടമൊക്കെ ആയി കഴിയുന്നവരുണ്ട്. അതിനുശേഷം മർക്കസു സഖാഫത്ത് സുന്നിയായിൽ ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനൊപ്പം ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്തെ ഉസ്താദിനെ കാണുന്നത്, ഷെയ്ഖുന എ.പി. ഉസ്താദിനെ കാണുന്നത് ബഹുമാനപ്പെട്ട കെ.കെ. ഉസ്താദിന്റെ കൂടെ. ഞങ്ങൾ വടകര നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ആ ഭാഗത്തേക്ക് എവിടെ പോകുകയാണെങ്കിലും തെരുവത്ത് പള്ളിയിൽ വന്ന് ഒരു 2 ആളും കുറച്ചു നേരം സംസാരിച്ച് ചിലപ്പോൾ 2 ആളും ഒരുമിച്ചാണ് പോകുക. തന്നെ എ.പി. ഉസ്താദ് പള്ളിയിൽ വന്നാൽ പിന്നെ ഇവിടെ പള്ളിക്കറി നമ്മളെ ഉസ്താദ് നിൽക്കണ പള്ളിയിൽ അവിടെ പിന്നെ ഇനി ദർസുണ്ടോ, അവിടെ മുദരിസ് ഉണ്ടോ, അവിടെ ഖാദിയുണ്ടോ, വാക്കുണ്ടോ ഒന്നും നോക്കാൻ ഉസ്താദിനെ കണ്ടാൽ പിന്നെ ഉസ്താദിന്റെ കൂടെയാണ് പോകല. അത് അന്നേ അവർ തമ്മിലൊരു ഹൃദയബന്ധം അത്ര വലുതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ.പി. ഉസ്താദും ബഹുമാനപ്പെട്ട ഉസ്താദും അവരെ ഹൃദയബന്ധം അത്ര വലുതാണ്. ആ ഹൃദയബന്ധം വെച്ചുകൊണ്ട് മർക്കസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസ് ആരംഭിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഏകദേശം 10,000-ഓളം വരുന്ന, അതല്ലെങ്കിൽ 10,000-ന് പുറത്തു വരുന്ന സഖാഫി ശിഷ്യഗണങ്ങൾ
അവർക്കുമൊക്കെ കിതാബ് ഓതി കൊടുക്കാൻ അബൂദാവൂദും തിർമിദിയും മുസ്ലിമും അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഹദീസിന്റെ കിതാബുകൾ അടക്കം ഓതിക്കൊടുക്കാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകി. ആ ഉസ്താദ് നിങ്ങളെ ഈ മഹല്ലത്തിൽ നിങ്ങൾക്കൊരു അത്താണിയായി, നിങ്ങൾക്കൊരു അമരക്കാരനായി, നിങ്ങൾക്കൊരു വാപ്പയായി, നിങ്ങൾക്കൊരു എല്ലാറ്റിനും ഒരു അവസാന വാക്കായി ഉണ്ട്. അള്ളാഹു നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ സ്ഥാപനം ആരംഭിച്ചപ്പോൾ നാട്ടുകാരെ, ഈ നാട്ടിലെ കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിച്ചു വളരണം. നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഒരു കുട്ടിയെങ്കിലും ദീൻ പഠിച്ച കുട്ടിയാകാൻ ശ്രമിക്കണമെന്ന് ഉമ്മമാരോടും പ്രത്യേകിച്ച് ഉണർത്തി ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. തങ്ങൾ വന്ന ശേഷവും പിന്നെയും കുറച്ച് സമയം വൈകി. ഇന്നിവിടുത്തെ വഅദിന്റെ സമാപനമായതുകൊണ്ട് കുറച്ചാണ് വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടും പിന്നെ ഒരു പറയുന്നത് കുറച്ചാണ് പൂർത്തിയാക്കേണ്ടത്. നാളെ മലപ്പുറത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ വലിയ സമ്മേളന നഗരിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നഗരിക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ ആളുകളെല്ലാം വാഹനം ഏർപ്പാട് ചെയ്തു. ഒരു വലിയ ബസ് ഏർപ്പാട് ചെയ്താൽ 10 കാറ് പോകുന്നതിനേക്കാളും സുഖമാണ്. കാരണം കാറിൽ പോയാൽ അതിൻ്റെ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. വണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് വണ്ടി, അത് കൊണല്ലാതെയായി പിന്നെ വണ്ടിയും വരികയാണ്. അപ്പോൾ അത് നിർത്തണമെങ്കിലും ബാക്കിയൊക്കെ ബസ്സിൽ നല്ലൊരു ബസ് വിളിച്ചാണ് പോയാൽ അവിടെ ചെന്ന് ഇറങ്ങി നമ്മൾ ഇറങ്ങി ആ ബസ് പാർക്ക് ചെയ്യലും മറ്റുമൊക്കെ ഒരേക്കോളും. അപ്പോൾ വലിയ ഉസ്താദന്മാരൊക്കെ കാറിലും മറ്റുമൊക്കെ വരുമ്പം അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം, ബസ് പോണ ആളുകൾക്ക് മറ്റൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്യാനൊക്കെ അല്ലേ സൗകര്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വലിയ സ്ഥലം നമുക്ക് സമ്മേളനം നടത്താൻ ഇല്ലാത്ത സ്ഥലമായി മലപ്പുറത്ത് കിട്ടാവുന്നതിൽ വെച്ച് വലിയ സ്ഥലത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സമ്മേളനത്തിന്റെ ഒരുക്കത്തിൽ ഇന്ന് തന്നെ ചില ഭാഗത്തു നിന്നൊക്കെ വളരെ ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് കാലമായിട്ട് ഇല്ലാത്തതാണല്ലോ സമ്മേളനം. നമ്മൾ അതിലേക്ക് പുറപ്പെട്ട വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട്. അള്ളാഹുവേ, യാതൊരുവിധ വിഷമങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഞങ്ങൾ ആദർശ സമ്മേളനം നീ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഖുർആൻ അവസാനിക്കുന്നത് മിനൽ ജിന്നത്തി വന്നാസ്, അന്നാസ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ആരംഭിക്കുകയും മനുഷ്യരുടെ പേരുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ 2 സൂറത്തുകൾക്ക് തന്നെ പേര് മനുഷ്യൻ എന്നാണ്. സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ, ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അധ്യായമാണ്. അവസാന സൂറത്ത് ഖുർആനിൽ സൂറത്തുൻ നാസ്, മനുഷ്യർ എന്ന അധ്യായമാണ്. അള്ളാഹ് എന്ന പേരുകൊണ്ട് തുടങ്ങി അന്നാസ് എന്ന് അവസാനിപ്പിക്കുമ്പോൾ നൽകുന്ന സൂചന ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ്. അതിനിടക്ക് വിശുദ്ധ ഖുർആനിൽ 600-ലേറെ സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗമുണ്ട്. അത്രയധികം മനുഷ്യനെ പ്രമേയമാക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ അർഹതയുള്ള ആളുകൾ പഠിപ്പിച്ച രീതിയിൽ അത് മനസ്സിലാക്കുകയും അവരെ ജീവിതത്തെ കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തിട്ടുണ്ടോ? ഖുർആനിന്റെ ആദ്യ അക്ഷരം ബാ എന്ന അക്ഷരമാണ്. ബിസ്മില്ലാ, ബാ ആണ് ആദ്യ അക്ഷരം. ഖുർആനിന്റെ അവസാനിക്കുന്ന അക്ഷരം ഏതാണ്? മിനൽ ജിന്നത്തി വന്നാസ്. ഏതുകൊണ്ട് അവസാനിക്കുന്നത്? സീന് കൊണ്ടാണ് അവസാനിക്കുന്നത്. ആ 2 അക്ഷരം ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും. ബസ്, ഇത് മതി. ബാ കൊണ്ട് ആരംഭിച്ച് സീന് കൊണ്ട് അവസാനിക്കുന്ന ഈ ഖുർആനില്ലേ നിന്റെ ശരീരത്തിനും ആത്മാവിനും ഇത് മതി. നിന്റെ ഐഹിക ലോകത്തേക്കും പാരത്രിക ലോകത്തേക്കും ഇത് മതി. നിന്റെ രഹസ്യത്തിലേക്കും പരസ്യത്തിലേക്കും ഇത് മതി. അത് ആണിനും പെണ്ണിനും അത് മതി. അത് ഗുരുവിനും ശിഷ്യനും അത് മതി. അത് കുട്ടികൾക്കും വലിയവർക്കും അത് മതി. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ക്ഷാമത്തിലും ക്ഷേമത്തിലും ഇത് മതി. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഖുർആനിനെ അനർഹരായ ആളുകൾ ഇന്ന് വ്യാഖ്യാനിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽ ഇഹ്സാൻ എന്ന സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണ് നമ്മൾ ഈ ഒത്തുചേർന്നിട്ടുള്ളത്.
നമ്മുടെ ഉലമാ, നമ്മുടെ വലിയ വലിയ മശായിഖുമാരും ഉസ്താദുമാരും എല്ലാം വളരെ പണിപ്പെട്ട് വളരെ സാഹസപ്പെട്ട് മദ്രസകളും പള്ളികളും സ്ഥാപിച്ചു. ഇപ്പോൾ കുറച്ചു വർഷമായി കാലത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കി സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറക്ക് ദീനിയായ വിദ്യാഭ്യാസത്തോടൊപ്പം കാലിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുന്ന കലാലയങ്ങൾ ചെറുതും വലുതുമായി നൂറുകണക്കിനും ആയിരക്കണക്കിനും കുട്ടികളെ പോറ്റുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഒരു പ്രധാന സ്ഥാപനമാണ് നമ്മുടെ അൽ ഇഹ്സാൻ. ഈ സ്ഥാപനങ്ങളിലെല്ലാം വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന്റെ വിശദീകരണമാണ്. ഉമ്മപങ്ങന്മാരും സഹോദരന്മാരും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കണം, ഒരു കുട്ടിയെയെങ്കിലും നമ്മുടെ ആഖിറത്തിന് വേണ്ടി ചോദിക്കാൻ പറ്റിയ കുട്ടി, ഒരു കുട്ടിയെങ്കിലും നമ്മുടെ മയ്യത്തിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയ കുട്ടി, ഒരു കുട്ടിയെങ്കിലും വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ആ വാപ്പയുടെ ഉമ്മയുടെയും തലഭാഗത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ മനസ്സ് വേദനിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും പഠിക്കുന്ന ഒരു കുട്ടി, ഒരു കുട്ടിയെങ്കിലും നമുക്ക് ഉണ്ടായേ മതിയാകും. അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങൾ ഇപ്പോൾ 24 മണിക്കൂറും ഉസ്താദുമാർ സാഹസപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അനർഹരായ ആളുകളാണ് ഇപ്പോൾ ദീൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, മതപരമായി പഠിച്ചിട്ടില്ലാത്തവർ, മതത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ, മതപരമായ ജീവിതത്തിന്റെ അനുഷ്ഠാന മുറകളെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവർ, അവരൊക്കെയാണ് ഇന്ന് ചാനലുകളിലും മറ്റുമൊക്കെ പാതിരാക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മതത്തിന്റെ തീരുമാനം പറയുന്നത്. അറബി അക്ഷരമാലകളിൽ ഒരു ഹർഫ് വായിക്കാൻ അവർക്ക് അറിയില്ല, വിശുദ്ധ ഖുർആനെ കൂട്ടി ഓതാൻ അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ മതത്തെ വിശകലനം ചെയ്യുകയാണ്, മതത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. മതപരമായ കാര്യങ്ങളിൽ അവർക്ക് എന്താണ് വിവരം? ഒരു വിവരവും ഇല്ല. ചാനലുകളിലൊക്കെ അവരെ വാഗ്വാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവരാരാണെന്ന് തോന്നിപ്പോകും. അനർഹരായ ആളുകൾ മതവിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലത്ത് നമ്മുടെ ഓരോ വീട്ടിലും എന്ന പോലെ മതം പഠിച്ചിരിക്കുന്ന മക്കൾ ഉണ്ടാകൽ നിർബന്ധമായിട്ടുണ്ട്. പഴയ കാലത്ത് ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദിയോ എവിടെയെങ്കിലും പ്രസംഗിച്ചു പോയാൽ വീട്ടിലെ ഉമ്മമാരൊന്നും അത് അറിയുമായിരുന്നില്ല, വീട്ടിലെ ഉപ്പമാരൊന്നും അത് അറിയുമായിരുന്നില്ല. അങ്ങാടിയിലോ മാർക്കറ്റിലോ ചന്തയിലോ ഒക്കെ പോയ വല്ല ചെറുപ്പക്കാരും കേട്ടെങ്കിലേ ഉള്ളൂ. ഇന്ന് അതല്ല. ആധുനിക സംവിധാനങ്ങളിൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാം നിൽക്കുന്നത്. വാട്സപ്പിലും യൂട്യൂബിലും മറ്റ് വഴികളിലുമായി നമ്മുടെ അടുക്കളയിലേക്ക് ഇതൊക്കെ എത്തുകയാണ്. ഇങ്ങനത്തെ ഒരു സമയത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾക്ക് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല നമ്മെ നിശ്ചയിക്കുമ്പോൾ രണ്ട് സൗഭാഗ്യം ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. ഒന്ന്, വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതികളായ മനുഷ്യ വിഭാഗത്തെ നാം ബഹുമാനിച്ചു, ആദരിച്ചു, ഉത്കൃഷ്ട ജീവികളാക്കി, ഉത്തുംഗ സോപാനത്തിലേക്ക് ഉയർത്തി എന്ന് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അത് മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനമാണ്. മറ്റേ ആലിമ് സയ്യിദ് അല്ലാത്ത ഒരു പരിഗണന, മനുഷ്യർ എന്ന നിലക്ക് മാത്രം. അപ്പൊ നമ്മളൊക്കെ അല്ലാഹു തആല ആദരിച്ച മനുഷ്യ തറവാട്ടിലാണ് നമ്മുടെ ജന്മം. അൽഹംദുലില്ലാഹ്. മനുഷ്യ കുടുംബത്തിൽ പിറന്നിരിക്കുന്ന ആളുകളിൽ എത്രയോ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യം എന്താണ്? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ പിതാവിന്റെയും സന്താനമായി. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കുന്ന മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാകുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ഇസ്ലാമിക തറവാട് എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്,
റളിയല്ലാഹു അൻഹും അജ്മഈൻ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ എവിടെ പറഞ്ഞാലും അവരൊക്കെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹ്, റളിയല്ലാഹ്, ഖദ്ദസല്ലാഹ് എന്നിങ്ങനെ ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്ന മഹാന്മാരൊക്കെ ജനിച്ച് ജീവിച്ച തറവാട്ടിലാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ജന്മം നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. നാം ജനിച്ച മനുഷ്യ കുടുംബം ഇസ്ലാമിക കുടുംബം. അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം പരിശുദ്ധമാണ്, നമ്മുടെ ആത്മാവ് സംശുദ്ധമാണ്. എങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറും ഒരുപോലെ സമ്പൽ സമൃദ്ധമാക്കാൻ, ഒരുപോലെ സമ്പാദ്യമാക്കാൻ പറ്റാവുന്ന ഒരു ജന്മമാണ് നമ്മുടേത്. ആ ജന്മം ലഭിച്ചിരിക്കുന്ന നാം എത്ര കാലം ഭൂമിയിൽ ഓർമ്മശക്തിയോട് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാഹ്, ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്. ആ ഒരു ഹൃദയം നിറഞ്ഞ വിശ്വാസത്തോടു കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിന് അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ നാം എല്ലാവരും നെഞ്ചേറ്റി സ്വീകരിക്കണം. അള്ളാഹുവിന് മുമ്പിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ആത്മാവിന്റെ നിറഞ്ഞ ഭക്ഷണമാണ്. നമ്മളൊരു നല്ല ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ വായിൽ വെള്ളം കുപ്പിളിക്കും. വായിൽ ഏതെങ്കിലും മാലിന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് തുപ്പിക്കളഞ്ഞിട്ട് പിന്നെയാണ് ഭക്ഷണം കഴിക്കുക, അല്ലേ? കൈ കഴുകുന്നു ഭക്ഷണത്തിൽ തൊടാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുന്നു. എങ്കിൽ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ നല്ല പോലെ ഒരു വുളു ചെയ്തിരിക്കുക. എന്നിട്ടോ ആ ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ഒരു വായിൽ വെള്ളം കുപ്പിളിക്കലാണ്. നമ്മുടെ ഗീബത്ത് പറഞ്ഞ നാവായിരിക്കും, ചിലപ്പോൾ കളവ് പറഞ്ഞ നാവായിരിക്കും, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും അനാവശ്യം പറഞ്ഞ നാവായിരിക്കും, ചിലപ്പോൾ അള്ളാഹു പൊരുത്തപ്പെടാത്തത് പറഞ്ഞതായിരിക്കും. നമ്മുടെ വാക്കുകൾ മൂന്ന് വിധമാണ്. വാക്കുകൾ മൂന്ന് വിധമാണ്. ഒന്ന് നിർബന്ധമായും പറയേണ്ടത്, അതിന് അള്ളാഹു പ്രതിഫലം തരും ഖൈറായിട്ട്. മറ്റൊന്ന് പറഞ്ഞു എന്നതുകൊണ്ടോ പറയാതിരുന്നു എന്നതുകൊണ്ടോ വലിയ പ്രത്യേകതയൊന്നുമില്ല, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പറയേണ്ടി വരും, അത് കുറക്കുക. മൂന്നാമത്തത് പറയുന്നത് കൊണ്ട് കുറ്റമാണ്, അത് പറയാതിരിക്കുക. മൂന്ന് വിധത്തിലാണല്ലോ നമ്മുടെ നാവിന്റെ ചലനം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന നാവുകൊണ്ട് വല്ലതുമൊക്കെ ഖുർആനിനോട് അദബിന് എതിരായതും ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് നാവിനെ ഒന്ന് കഴുകാനാണ്. ഖുർആൻ തുടങ്ങുന്നതിന് വേണ്ടി നാവിനെ ഒന്ന് കഴുകി ശുദ്ധിയാക്കുക. അങ്ങനെയാണ് ഖുർആനിലേക്ക്. ആ ഖുർആൻ അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് ഓതുക, അത് പാരായണം ചെയ്യുക, അത് എഴുതുക, അത് നോക്കുക, അത് തൊടുക, എല്ലാം ഇബാദത്താണ്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം ഇബാദത്താണ്. ഈ കൂടിയിരിക്കുന്ന ഉമ്മപങ്ങന്മാരോടെല്ലാം ഉണർത്തുന്നത് വിശുദ്ധ ഖുർആന്റെ പാരായണം ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ പാരായണത്തെ ചിട്ടപ്പെടുത്തണം. എന്നെങ്കിലും ഒരു ദിവസം കുറെ ആണ്ട് ഓതി പിന്നെ കുറെ കാലത്തിന് ഓത്തില്ല, അങ്ങനെയല്ല. ഇബാദത്തുകളെ മൊത്തം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന്റെ രീതി അങ്ങനെയാണ്. അഫ്ളലുൽ അഅ്മാലി അദ്വമുഹ, സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മം പതിവായി ചെയ്യുന്ന സൽക്കർമ്മമാണ്. ഒരു ദിവസം ഭയങ്കര ഓത്ത്, പിന്നെ കുറെ കാലത്തിനൊരു വിഷയമല്ല. അങ്ങനെയുണ്ട്. നമുക്ക് റമളാന്റെ ആദ്യ മാസം കാണുമ്പോൾ, റമളാന്റെ ആദ്യത്തെ ദിവസത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാർ ഇങ്ങോട്ട് ഓതിയിട്ട് യാ റബ്ബേ ഭയങ്കര ഓത്ത്. കമ്മിറ്റിക്കാരൊക്കെ മുസാഫ് കുറെ വാങ്ങേണ്ടി വരുമോ എന്ന് വിചാരിച്ചു, പള്ളി ഒന്ന് വലുതാക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ ഓത്താണ്. പിന്നെ നോക്കുമ്പോഴോ ആദ്യത്തെ ദിവസം ഇങ്ങനെയാണ് ഓതുന്നത് കണ്ടാല്, പണ്ട് നരിനെ പൊടിച്ചിട്ട് ഒരാൾ മരത്തുമ്മൽ ഓടിക്കേറി. ആ ഓടി കയറി പോണത് കണ്ടപ്പോ ആരോ പറഞ്ഞു മരം കഴിഞ്ഞു പോയിരുന്നു കേട്ടോ, ചജാതി പോക്കാ പോണം.
അപ്പൊ എന്ന പോലെ വിശുദ്ധ ഖുർആനാട് ഓതാൻ തുടങ്ങി നോക്കുമ്പോൾ ഇന്ന് തന്നെ ഖത്തം തീരുമെന്ന് തോന്നുന്ന രീതിയിൽ അത് 2 ദിവസമേ ഉണ്ടായതുള്ളൂ, പിന്നെ കാണാനില്ല. ഇങ്ങനെയല്ല വേണ്ട. അഫ്ളലുൽ അഅ്മാലി അദ്വമുഹ, സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പതിവായിട്ട് ഓതാം, ഒരു ചിട്ടപ്രകാരം ഇങ്ങനെ. അപ്പോൾ ഒരാൾ ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മഹാന്മാരായ ആളുകൾ ഖുർആനിന്റെ പാരായണത്തിന് തെരഞ്ഞെടുത്തത് ഓരോ ഹദീസുകൾ വഴിപ്പെട്ടുകൊണ്ട് കാണാൻ പറ്റും. സ്വാലിഹീങ്ങളും ഔലിയാക്കളും അതേപോലെ സ്വഹാബാക്കളുമായി ഉള്ള ആളുകളെ പരിശോധിച്ചാൽ ഖുർആൻ ദിവസവും ഓതാത്ത ആരും ഇല്ല. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളായി സ്വാലിഹീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ദിവസവും ഖുർആൻ ഓതാത്തവരില്ല. അത്രയധികം എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്. ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മളെ മക്കളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടായാൽ, നമ്മൾ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ മക്കളെ മേൽ ചാർത്തിയിട്ട് നമ്മൾ നല്ല ശുദ്ധാത്മാക്കളായി നിൽക്കുകയാണ്. അല്ലെ? കുട്ടികൾക്കില്ലാത്ത കുറ്റമില്ല, കുട്ടികൾക്കില്ലാത്ത ആക്ഷേപമില്ല. എന്ത് കേസ് വന്നാലും ഇപ്പത്തെ മക്കളുണ്ടല്ലോ ആഖിർ സമാന്റെ മക്കളാണ്. പിന്നെ വാപ്പാരൊക്കെ ഇപ്പൊ അവ്വൽ സമാന്റെതാ. വാപ്പാരത്ത് ആഖിർ സമാന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലേ? ആരാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചത്? നമുക്ക് പങ്കാളിത്തമില്ലേ? നമ്മളവിടെ ഉണ്ട് അംസാജി എന്ന് പറഞ്ഞിട്ടാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ കുട്ടനെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിക്കണോ? അപ്പൊ ഏത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്? അപ്പൊ അയാൾ സ്കൂളിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ എന്തേ അവിടെ ആക്കിയെന്ന് ചോദിച്ചു. അവിടെ നല്ല പഠിപ്പാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു. 2 ദിവസം അവർ പോകൽ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. വാപ്പാന്റെ ഡോഗ് എന്നൊക്കെ വിളി തുടങ്ങിയ നല്ല പഠിപ്പ് തന്നെയാണ് അല്ലേ? കുട്ടികളോട് നമ്മൾ ചോദിച്ചു, എന്താ മോനെ വാപ്പാനിമാനൊക്കെ വിളിക്കലോ ചോദിച്ചു. ഡാഡി എന്നാണ്. 2ആളും ഡാഡിയാണോ ചോദിച്ചു. അല്ല, വാപ്പടാ അമ്മടി, അങ്ങനെയാണ് ഡാഡിയാണ്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ കൊടുത്തത് കൊണ്ടാണ്. നമ്മൾ കുട്ടികളുടെ നല്ല ബുദ്ധി നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മുടെ പങ്കാളിത്തം എന്ത് എന്ന് തീരെ ആലോചിക്കുന്നില്ല. കുറ്റം മുഴുവനും ഒരു കൂട്ടർക്ക് കൊടുക്കുക. നമ്മുടെ പങ്കാളിത്തം എന്തായിരുന്നു? നമ്മുടെ വല്യപ്പാരുള്ളപ്പോൾ, നമ്മുടെ വാപ്പയുള്ളപ്പോൾ, വാപ്പ ഓതിക്കൊണ്ടേയിരിക്കുന്ന ഒരു മുസാഫ്, അത് വാപ്പ ഓതി വാപ്പ ഇങ്ങനെ മറിച്ചതിൽ വാപ്പാന്റെ കയ്യിന്റെ വിരലടയാളം നിറഞ്ഞു നിൽക്കുന്നതാണ് ആ മുസാഫ്. ഉമ്മാന്റെ വിരലടയാളം നിറഞ്ഞു നിൽക്കുന്നതാണ് ആ മുസാഫ്. ഉമ്മ സുജൂദ് ചെയ്തിരിക്കുന്ന ആ മുസല്ലയിൽ ഉമ്മയുടെ നെറ്റിത്തളത്തിൽ ഒരു വിരലടയാള വിദഗ്ധന്മാരോ അല്ലെങ്കിൽ ഒരു ശരീര സ്പർശനത്തിന്റെ വിദഗ്ധന്മാരോ എടുത്തിട്ട് നമ്മുടെ മുസല്ല ഒരു പരിശോധന നടത്തിയാൽ നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ വല്യമ്മയുടെ, നമ്മുടെ വാപ്പയുടെ, നമ്മുടെ വല്യപ്പയുടെ, അവരുടെയൊക്കെ ഖുർആൻ ഓതിക്കൊണ്ട് ഇരുന്ന മുസല്ല, അവരൊക്കെ സുജൂദ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മുസല്ല, അവർ ഓതിയിരിക്കുന്ന മുസാഫ്, അവരൊക്കെ എടുത്തിരുന്ന ദിക്റിന്റെ ഏടുകൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ പുതിയ തലമുറയിലെ മാതാപിതാക്കളെ അവർ ചെയ്തതുപോലുള്ള ഒരു മാതൃക നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ കിട്ടുന്നുണ്ടോ? അത് നമ്മളിൽ നിന്ന് കിട്ടാതെ നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നാം മികച്ചു നിൽക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മപങ്ങന്മാരും സഹോദരന്മാരും ചരിത്ര താളുകളിൽ ആലിമോ സയ്യിദോ സാധാരണക്കാരനോ വ്യത്യാസമില്ലാതെ ഖുർആൻ പാരായണത്തിന്റെ പതിവുകാരാണ്. ലോകത്ത് ഖുർആൻ പോലെ കൂടുതൽ വായിക്കപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന, ഗവേഷണം നടത്തപ്പെടുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. ഖുർആനിന് ഉള്ളതുപോലെ വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഭരണഘടന ലോകത്ത് വേറെയില്ല. ഒരു മതഗ്രന്ഥവുമില്ല, ഒരു മാനിഫെസ്റ്റോയും ഇല്ല. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ എണ്ണി എഴുതി അവസാനിപ്പിക്കാൻ കഴിയാത്തത്ര ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കും. ലിപിയുള്ള ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷകളിൽ മുഴുവനും ഖുർആന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ലോകത്ത് സംസാരിക്കുന്ന, എഴുതപ്പെടുന്ന ഏതൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകളിൽ മുഴുവനും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ലോകത്ത് ഒരു മുസ്ലിമെങ്കിലും ഒരു രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ കയ്യിൽ ഖുർആനുണ്ട്, പാരായണം നടക്കുന്നുണ്ട്. ഖുർആൻ പാരായണം നടക്കാത്ത ലോകമേതാണ്? ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിമീങ്ങളുള്ളിടത്തും മുസ്ലിം ലോകം നിറഞ്ഞു നിൽക്കുന്നിടത്തും
സുബ്ഹാനല്ലാഹ്, ലോക ആകാശത്തിന് ചുവട്ടിൽ ഇത്രയധികം പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ വേറെയില്ല. ഇത്രയധികം വ്യാഖ്യാനമുള്ള ഒരു ഭരണഘടന ഖുർആൻ അല്ലാതെ വേറെയില്ല. അത് മാത്രമോ, ലോകത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ വേറെയില്ല. ലോകത്ത് ഇത്രയധികം ഗവേഷണം നടത്തപ്പെടുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ വേറെയില്ല. ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഭരണഘടന വിശുദ്ധ ഖുർആൻ അല്ലാതെ വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആന് അത്രയധികം ശത്രുക്കൾ ഉണ്ടാകുന്നത്. അവരുടെയൊക്കെ കയ്യിൽ മതഗ്രന്ഥങ്ങളുണ്ട്, അവരുടെയൊക്കെ കയ്യിൽ ഭരണഘടനകളുണ്ട്. 3.5 വർഷക്കാലം ചർവണം നടത്തിയ ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്ടർ മുൻഷിയും ഡോക്ടർ അംബേദ്കറും പോലുള്ള ഇന്ത്യ കണ്ട അതിബുദ്ധിമാന്മാരായ ആളുകളുടെ വളരെ വലിയ അന്ന് വിരചിതമായ മുഴുവൻ ഭരണഘടനയും കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. എന്നിട്ട് എത്ര ഭേദഗതികൾ വരുത്തി. ഇപ്പോഴും ഭേദഗതിക്ക് വേണ്ടി തയ്യാറായി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്ര ഭേദഗതികളാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന ഉടമസ്ഥനായ അല്ലാഹു